ജനങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു ഭാഷയിൽ സംസാരിക്കുന്നില്ല എന്ന് മാത്രമല്ല, സ്നേഹത്തിന്റെ ഒരു മുഖവും ഇല്ല എന്നുള്ളത് മാഷ് പറഞ്ഞു കഴിഞ്ഞു. തീർച്ചയായിട്ടും ധാർഷ്ട്യം അത് പിണറായി വിജയന്റെ ഒരു ശൈലിയിലും ഉണ്ട്, ആ ധാർഷ്ട്യം അത് എം വി ഗോവിന്ദനിലും ഉണ്ട്. അത് പാർട്ടിയുടെ കീഴ്ഘടകങ്ങളിൽ വരെ എത്തിപ്പെട്ടു എന്നുള്ളതാണ്. അത് ആ ധാർഷ്ട്യം തന്നെയാണ് ഇപ്പോൾ ഈ പരാജയത്തിനൊരു കാരണം. പക്ഷെ പിണറായിക്കുള്ളൊരു ഗുണമുണ്ട്. ഇതെല്ലാം ഉണ്ടെങ്കിലും ഇപ്പോൾ പിണറായിയെ വിളിക്കുന്നു, രാവിലെ വിളിക്കുന്നു, പക്ഷെ പിണറായി ഫോൺ എടുക്കാൻ കഴിയുന്നുണ്ടാവില്ല. വൈകുന്നേരം വിളിക്കും, മാഷ എന്താ വിളിച്ചതെന്ന് ചോദിച്ചിട്ട്, ശരി നോക്കാം എന്ന് പറഞ്ഞാൽ നോക്കിയിരിക്കും. ആ ഒരു ക്വാളിറ്റി പിണറായിക്കുണ്ട്. അതൊന്നും ഇയാൾക്കില്ല. അയാൾ പിണറായി ഇയാളെ താഴ്ത്തപ്പെടുത്താനേ പറ്റില്ല. മാഷ് പോകാൻ തീരുമാനിച്ചപ്പോൾ പിണറായി വിളിച്ചോ? പോകരുത്. ഇല്ല. കണ്ണൂരിൽ നിന്നുള്ള പ്രധാനപ്പെട്ട നേതാവാണ് മാഷ്. അതുപോലെ കണ്ണൂരിൽ നിന്നുള്ള ഒരു മുഖ്യമന്ത്രിയാണ്. സ്വാഭാവികമായിട്ടും തടയേണ്ടത് പിണറായിയുടെ ഉത്തരവാദിത്തമായിരുന്നില്ലേ? പക്ഷേ പിണറായി വിളിച്ചിട്ടില്ല. പിണറായി വിളിച്ചിരുന്നെങ്കിൽ പോവില്ലായിരുന്നു. അത് സാങ്കല്പികമായ ഒരു ചോദ്യമാണ്. എന്നാലും പിണറായി വിളിച്ചിട്ടില്ല. പിണറായി അങ്ങേയറ്റം ബഹുമാനിക്കുന്ന ഒരാളാണ് ഞാൻ. പിണറായി അന്നൊരു നോ മാത്രമല്ല, പിണറായിയുടെ ഭാഗത്ത് നിന്ന് കിട്ടിയിരുന്നെങ്കിൽ മാഷ് പോവില്ലായിരുന്നു എന്ന് അങ്ങനെ കിട്ടിയിട്ടില്ലല്ലോ. കിട്ടിയിട്ടുണ്ടെങ്കിലേ അത് പറയേണ്ടതുള്ളൂ. പിണറായി വിളിക്കുമെന്ന് മാഷ് പ്രതീക്ഷിച്ചിരുന്നു അല്ലേ? ഞാനങ്ങനെ പ്രതീക്ഷിച്ചില്ല. ഞാൻ ഈ തീരുമാനം വന്നപ്പോൾ ഇനി പിണറായി വിളിച്ചാലും, പിണറായി വിളിച്ചിട്ടില്ല, വിളിച്ചാലും എന്ന് പറയുന്നതിന് കാര്യം അർത്ഥമില്ല. ആ ഒരു കോൾ പ്രതീക്ഷിച്ചിരുന്നു.